ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിമിനെ പറ്റിയിട്ടാണ്. DRF യൂസ് ചെയ്യുന്നത് നമുക്ക് പവർഫുൾ ആയിട്ടുള്ള REST APIs ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ സീരിയലൈസേഴ്സ്, ഓതന്റിക്കേഷൻ ക്ലാസ്സസ്, പെർമിഷൻ ക്ലാസ്സസ്, അതിൻ്റെ വ്യൂസസ് കുറേ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ക്ലാസ് ബേസ്ഡ് API എഴുതാം, ഫംഗ്ഷൻ ബേസ്ഡ് API എങ്ങനെ എഴുതാം എന്നൊക്കെ നമ്മൾ നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെർമിനൽ ഓപ്പൺ ആക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് വിൻഡോസ് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ WSL വഴി ഉബുണ്ടു യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാഷ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ യൂസ് ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ടെർമിനൽ ഓപ്പൺ ആക്കി. ഇനി വിർച്വൽ എൻവൈറൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ള കമാൻഡാണ് വിർച്വൽ എൻവ്. നമ്മുടെ എൻവൈറൻമെൻറ്റിൻ്റെ പേര് ഞാനിവിടെ DNV എന്നാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫയൽ എക്സ്പ്ലോറിൽ സൈഡിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും നമ്മുടെ വിർച്വൽ എൻവൈറൻമെൻറ്റ് ക്രിയേറ്റ് ആയി. അതിനുള്ള സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവും. ഓക്കെ, ഞാൻ ഒന്നും കൂടെ അത് ക്ലിയർ ആയിട്ട് കാണിക്കാം. ഓക്കെ, അതിനുള്ളിൽ ഫോൾഡർ കാണാനായിട്ട് നമ്മൾ ഡിർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിനുള്ളിൽ കാണാൻ പറ്റും സ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ ലിബ് എന്നുള്ളത് കാണാം. ഇവിടെ നമുക്ക് ഫയൽ എക്സ്പ്ലോററിൽ പോയിട്ട് അത് ക്ലിക്ക് ചെയ്താലും ആ ഫോൾഡേഴ്സ് കാണാവുന്നതാണ്. ലിബ്, സ്ക്രിപ്റ്റ്സ്. ഈ സ്ക്രിപ്റ്റ്സിനുള്ളിൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഈ ഫയലുണ്ട്. ഇതിനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ടെർമിനൽ വഴിയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ വരിക, അതിനുള്ളിലേക്ക് CD സ്ക്രിപ്റ്റ്സ്. ഇനി നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം. ആക്ടിവേറ്റ് എന്ന കമാൻഡ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് കോർണറിൽ കാണാൻ പറ്റും DNV ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഉബുണ്ടു അല്ലെങ്കിൽ മാക്കോ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിർച്വൽ എൻവൈറൻമെൻറ്റ് ഇങ്ങനെ ആക്ടിവേറ്റ് ആക്കുന്നതാണ്. നമ്മൾ വിൻഡോസിൽ കണ്ട സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിന് പകരം അവിടെ ബിൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ടാവുക. അപ്പം അതിനുള്ളിലേക്ക് നമ്മൾ കയറിയ ശേഷം ഇതിനുള്ളിലേക്ക് കയറിയ ശേഷം നിങ്ങൾ ബിന്നിനുള്ളിലേക്ക് കയറിയ ശേഷം ടൈപ്പ് ചെയ്യേണ്ടത് സോഴ്സ് ആക്ടിവേറ്റ് എന്നാണ്. ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ വിർച്വൽ എൻവൈറൻമെൻറ്റ് ആക്ടിവേറ്റ് ആവും. ഉബുണ്ടുവിലും അല്ലെങ്കിൽ മാക് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ടെമ്പററി ആയിട്ട് ഓക്കെ, നമുക്കിനി നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളുള്ളത് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഫോൾഡറിനുള്ളിലാണ്. അപ്പോൾ അതിന് ഫോൾഡറിന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ജാങ്കോയാണ്. ജാങ്കോ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പം ജാങ്കോ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനലി ജാങ്കോ ഇൻസ്റ്റാൾ ആയി. ഇപ്പോൾ ജാങ്കോയുടെ കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ് DRF പ്രൊജക്റ്റ്. എൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് ഞാൻ അങ്ങനെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ DRF പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ ഫയൽ എക്സ്പ്ലോറിൻ്റെ പ്രൊജക്റ്റ് എന്നൊരു ആപ്പ് DRF പ്രൊജക്റ്റ് ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുള്ളിൽ HJWC ഫയലുണ്ട്. ഇത് നമ്മുടെ വെബ് ഡിപ്ലോയ്മെൻറ്റ് സമയത്താണ് യൂസ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം നോക്കണം. നമുക്ക് സെറ്റിങ്സിൽ കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്താ വെച്ചാൽ നമ്മുടെ HTML ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പിന്നുള്ള ഡാറ്റാ ബേസസ് നമുക്ക് ഡിഫോൾട്ടായിട്ട് SQLite ആയിരിക്കും ഉണ്ടാകുക. അത് നമുക്ക് പോസ്റ്റ്ഗ്രെസ്ക്ക് മാറ്റാനൊക്കെ പറ്റും. പിന്നുള്ള നമ്മുടെ മിഡിൽ വെയർസ് ആണ്. നമുക്കിവിടെ അഡീഷണൽ കസ്റ്റമായിട്ടുള്ള മിഡിൽ വെയർസ് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഇൻബിൽഡായിട്ട് കുറച്ച് മിഡിൽ വെയർസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ലൈക്ക് CRF ടോക്കണൊക്കെ നമുക്കിവിടെ ഓൾറെഡി ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് പ്രൊജക്റ്റിനുള്ളിലേക്ക് കയറിയ ശേഷം നമുക്കൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ manage.py എന്നൊരു ഫയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആപ്പ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ Python manage.py എന്ന് ടൈപ്പ് ചെയ്ത ശേഷം സ്റ്റാർട്ടപ്പ് ആപ്പിൻ്റെ പേര് DRF ആപ്പിന് കൊടുത്തു. അങ്ങനെ ആപ്പ് ക്രിയേറ്റ് ആയി. അപ്പം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പിപ്പ് ഇൻസ്റ്റാൾ ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. അപ്പം നമ്മുടെ റെസ്റ്റ് ഫ്രെയിംവർക്ക് ഇവിടെ ഇൻസ്റ്റാളായി. ഇനി നമുക്ക് നമ്മുടെ ആപ്പിനുള്ളിൽ നോക്കാം. ആപ്പിനുള്ളിൽ കുറച്ച് ഫയൽസ് ഉണ്ട്. admin py അങ്ങനെ കുറച്ച് ഫയൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. റിക്വസ്റ്റ് റെസ്പോൺസിൽ വെച്ച് നമുക്ക് കുറച്ച് ആർക്കിടെക്ചർ ഉണ്ട്. MBT MVC എന്നൊക്കെ പറഞ്ഞ കുറേ ആർക്കിടെക്ചർ ഉണ്ട്. പക്ഷേ ജാങ്കോ ഫോളോ ചെയ്യുന്നത് MBT എന്ന് പറയുന്ന ആർക്കിടെക്ചറാണ്, മോഡൽ വ്യൂ ടെംപ്ലേറ്റ്. ജസ്റ്റ് ഗൂഗിളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെറ്റിങ്സിലെ ഇൻസ്റ്റാൾ ആപ്സിൽ നമ്മൾ ആഡ് ചെയ്ത നമ്മുടെ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ആപ്പ് ആഡ് ചെയ്യണം. അതുപോലെ നമ്മുടെ റെസ്റ്റ് ഫ്രെയിംവർക്ക് ആഡ് ചെയ്യണം. ഇത് രണ്ടും ആഡ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ആപ്പിലേക്ക് വരാം. ആപ്പിൽ വന്നിട്ട് നമ്മുടെ വ്യൂസിൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ഡെഫ് ലാൻഡിങ് പേജ് API റിക്വസ്റ്റ് റിട്ടേൺ റെൻഡർ ഉപയോഗിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ HTML പേജ് അതുപോലെ റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്കിവിടെ റെസ്പോൺസ് കൊടുക്കുകയാണ് HTTP-യിൽ. അപ്പോൾ നമ്മളന്ന് റെൻഡറിൻ്റെ അപ്പുറത്ത് നമുക്കൊരു HTTP റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്ത ശേഷം നമുക്കൊരു സ്ട്രിങ് ആഡ് ചെയ്യാം. ഹലോ വേൾഡ് എന്നൊരു സ്ട്രിങ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് URLs കോൺഫിഗർ ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പാത്ത് ഒരു സ്ട്രിങ്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആപ്പിൽ നിന്ന് നമ്മുടെ വ്യൂസ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആപ്പിൻ്റെ പേര് വ്യൂസ് ഇമ്പോർട്ട്. അപ്പം നമ്മുടെ വ്യൂസിലെ എല്ലാ ഫങ്ഷൻസും നമുക്ക് അവിടെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാറിന് കൊടുക്കാം. ഇവിടെ ഒരു സ്ട്രിങ് കൊടുക്കുക. സ്ട്രിങ് കൊടുത്തിട്ട് നമ്മുടെ വ്യൂസിൻ്റെ പേര് നെയിം ശരിക്കും കൊടുക്കുന്നത് നമ്മുടെ HTML പേജിലേക്ക് റെഫറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ റെഫറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നെയിം ഇവിടെ ആഡ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ആപ്പിലൊരു URL എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. കാരണം കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ആപ്പിൽ ഒരുപാട് ആപ്സ് ഉണ്ടെങ്കിൽ ഈ ഒരുപാട് URLs നമുക്ക് നമ്മുടെ മെയിൻ ആപ്പിൽ കൊടുക്കേണ്ടി വരും. അതിന് പകരമാണ് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ മെയിൻ ആപ്പിൽ URLs വന്നിട്ട് ആ ആപ്പിലെ URLs ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ പാത്ത് API എന്തൊരു വേരിയബിൾ കൊടുക്കുക, ഇൻക്ലൂഡ് എന്ന് പറഞ്ഞൊരു നമുക്കത് ഇമ്പോർട്ട് ചെയ്യണം. ആദ്യമേ ഇൻക്ലൂഡ് നമ്മുടെ ആപ്പിൻ്റെ പേര്, ആപ്പിൻ്റെ പേര് DRF ആപ്പ്, എന്നിട്ട് അതിലെ ഫയലിൻ്റെ പേര് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ടെർമിനലിലേക്ക് വരാം. ടെർമിനലെത്തിയിട്ട് സെർവർ റൺ ചെയ്യാം. അതിനുവേണ്ടി പൈത്തൺ മാനേജ് ഈ ഫയലിനാണ് കമാൻഡ് ഉള്ളത്. manage.py റൺ സെർവർ. ഡിഫോൾട്ടായിട്ട് നമുക്ക് 8000 പോർട്ടിലായിരിക്കും റൺ ആവുക. നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് 8005 റൺ ചെയ്യാം. അപ്പോൾ ഇത് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രൗസറിലേക്ക് റീഡയറക്റ്റ് ആവും. ഓക്കെ, ബ്രൗസറിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ പേജ് നോട്ട് ഫൗണ്ട് എന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ ഉള്ളത് നമുക്ക് അഡ്മിൻ ആൻഡ് API എന്നാണ്. അപ്പോൾ നമ്മളിവിടെ API ആഡ് ചെയ്യാം ലാസ്റ്റിലേക്ക്. ഓക്കെ, API ആഡ് ചെയ്ത ശേഷം നമുക്ക് വന്ന് API ലാൻഡിങ് പേജ്, അപ്പോൾ ലാൻഡിങ് പേജ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും റീലോഡ് ചെയ്യാം. അപ്പോൾ കണ്ട ഹലോ വേൾഡ് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ കോഡ് വർക്കിംഗ് ആണ്. ഇനി ഈ റൗട്ടർ നമുക്ക് കോപ്പി ചെയ്ത് പോസ്റ്റ്മാനിലോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ റൗട്ടർ കോപ്പി ചെയ്തു. ഞാൻ പോസ്റ്റ്മാൻ ഓൾറെഡി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൊരു എക്സിസ്റ്റിംഗ് കളക്ഷൻ ഉണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കളക്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഡിലീറ്റ് കൺഫേം ചെയ്തു. പുതിയ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് ന്യൂ കളക്ഷൻ. അപ്പം അവിടെ നമുക്ക് കളക്ഷൻ്റെ പേര് റീനെയിം ചെയ്യാം. ഞാനപ്പം DRF എന്ന് കൊടുക്കണം, ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക്. ഓക്കെ, ഇനി നമുക്കൊരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ആഡ് ന്യൂ റിക്വസ്റ്റ്. അപ്പോൾ അത് ഗെറ്റിലാണ് വരുന്നത്. ഒരു ഡിഫോൾട്ടായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി അവിടെ വേണമെങ്കിൽ ഇപ്പം കളക്ഷൻ്റെ പേര് റിക്വസ്റ്റിൻ്റെ പേര് ഞാനിപ്പം ലാൻഡിങ് പേജ് എന്ന് കൊടുക്കുകയാണ്, ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ഞാനിവിടെ ഗെറ്റാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കോപ്പി ചെയ്ത ആ റൗട്ടർ ഇവിടെ പേസ്റ്റ് ചെയ്യുക, റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. ഓക്കെ, ഹലോ വേൾഡ് നമുക്കിവിടെ കിട്ടി. അപ്പം നമ്മുടെ സ്റ്റാറ്റസ് കോഡ് 200 ആണ്. നമ്മുടെ കോഡ് വർക്കിംഗ് ആണ്. ഇങ്ങനെയാണ് API ടെസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ്മാനിൽ. ഇനി നമുക്ക് റെസ്റ്റ് ഫ്രെയിംവർക്ക് വെച്ച് API എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം അതിൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് API എഴുതാം. ഒന്ന് ക്ലാസ് ബേസ്ഡ് API, പിന്നുള്ളത് നമുക്ക് ഫംഗ്ഷൻ ബേസ്ഡ് API. അപ്പം നമുക്ക് ഫംഗ്ഷൻ ബേസ്ഡ് APIയിൽ തുടങ്ങാം. അതിന് വേണ്ടി ഈ എക്സിസ്റ്റിംഗ് കോഡ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിന് മുമ്പായിട്ട് നമുക്ക് ഡെക്കറേറ്റീവ്സിന് API വ്യൂ ഇമ്പോർട്ട് ചെയ്യണം. കാരണം നമുക്ക് നമ്മുടെ HTTP റെസ്പോൺസിന് മെത്തേഡ്സിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ API വ്യൂ ഗെറ്റ് ഇത് നമ്മൾ ഡെക്കറേറ്റീവ്സ് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇനി നമുക്ക് ഫംഗ്ഷൻ എഴുതാം, ലാൻഡിങ് പേജ് റിക്വസ്റ്റ് റെൻഡർ. ഇവിടെ നമ്മൾ റെസ്പോൺസ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് API നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്റ്റ് ഫ്രെയിംവർക്കിന് റെസ്പോൺസ് ഇമ്പോർട്ട് ചെയ്യുക. റെസ്പോൺസിലേക്ക് സ്ട്രിങ് നമുക്ക് ആഡ് ചെയ്യാം, വെൽക്കം ടു DRF. വളരെ സിമ്പിളാണിത്. സെർവർ സ്റ്റിൽ റണ്ണിങ് ആണ്. അപ്പോൾ നമുക്ക് പോസ്റ്റ്മാനിൽ പോയിട്ട് വീണ്ടും സെയിം റൗട്ടറിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹലോ വേൾഡ് ആണ് നമ്മുടെ റെസ്പോൺസ്. സെയിം റൗട്ടർ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ, റെസ്പോൺസ് കിട്ടി. നമുക്ക് വെൽക്കം ടു DRF സ്റ്റാറ്റസ് 200. ഇനി നമുക്ക് ക്ലാസ് ബേസ്ഡ് API എഴുതാം. അപ്പം അതിന് വേണ്ടി നമുക്ക് തിരിച്ച് VSലേക്ക് തന്നെ പോവാം. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലാസ് ലാൻഡിങ് പേജ് ടൈപ്പ് ചെയ്യാം. API ഞാൻ ഓൾറെഡി ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിവിടെ ക്ലാസ്സിന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് മെത്തേഡ് ഡെഫ് പോസ്റ്റ്. നമുക്കിവിടെ നേരത്തെ ഏത് മെത്തേഡാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ API വ്യൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മെത്തേഡിൻ്റെ പേര് ഡിപ്പെൻഡ് ചെയ്താണ്. ഇപ്പോൾ ഗെറ്റ് ആണെങ്കിൽ ഗെറ്റ്, പോസ്റ്റ് ആണെങ്കിൽ ഡിലീറ്റ്, അങ്ങനെ നമുക്ക് കൊടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഗെറ്റ് ആയതുകൊണ്ട് ഗെറ്റിനെ യൂസ് ചെയ്യുന്നു. ഗെറ്റ് സെൽഫ് റിക്വസ്റ്റ്, റിട്ടേൺ റെസ്പോൺസ്. നമുക്ക് സ്ട്രിങ് ആഡ് ചെയ്യാം റെസ്പോൺസിലേക്ക്, വെൽക്കം ടു DRF. അപ്പോൾ നമ്മുടെ API റെഡിയായി. നമുക്ക് URL പോയിട്ട് ചെറിയൊരു ചേഞ്ചസ് വരുത്താനുണ്ട്. അത് ഇവിടെ നമുക്ക് .API വ്യൂ എന്ന് കൊടുക്കാം. അത് ക്ലാസ് ബേസ്ഡ് ആയതുകൊണ്ട്. തിരിച്ച് നമുക്ക് പോസ്റ്റ്മാനിൽ എത്തിയിട്ട് സെയിം റൗട്ടറാണ്. അപ്പോൾ നമുക്കൊന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു ബാഡ് സിഗ്നലാണ് കിട്ടിയത്. ഇൻറ്റേർണൽ സെർവർ നമുക്ക് പ്രിവ്യൂ ചെയ്ത് നോക്കാം എന്താണ് എറർ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ടൈപ്പ് എറർ ലാൻഡിങ് പേജ് API ടേക്സ് 1 പൊസിഷണൽ ആർഗ്യുമെൻറ്റ് ബട്ട് 2 were given. എക്സ്പെൻഷ്യൽ വാല്യൂ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. API വ്യൂസ് ടേക്സ് 1 പൊസിഷണൽ ആർഗ്യുമെൻറ്റ് ബട്ട് 2 were given. ഓക്കെ, നമുക്ക് ഇത് നമ്മുടെ റൗട്ടറിൽ മീൻസ് നമ്മുടെ URL-ലാണ് ഈ എറർ വരുന്നത് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ലാൻഡിങ് പേജ് .acvയിൽ അവിടെ ഒരു പാരാന്തസിസ് ഇടാൻ മറന്നുപോയി. അതാണ് എൻ്റെ എറർ വന്നത്. നമുക്കിത് രണ്ട് ഇട്ട് കൊടുത്ത് നോക്കാം. ഇട്ടു. നമുക്കിനി തിരിച്ച് വീണ്ടും ഒന്ന് സേവ് ചെയ്ത ശേഷം വീണ്ടും തിരിച്ച് നമുക്ക് പോസ്റ്റ്മാനിലേക്ക് പോവാം. പോസ്റ്റ്മാനിൽ വന്നു. ഇനി നമുക്ക് വീണ്ടും ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, റിക്വസ്റ്റ്. ഓക്കെ, നമ്മുടെ റെസ്പോൺസ് നമുക്ക് കിട്ടി. നമ്മുടെ API പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ട്.
അപ്പോൾ ഇതാണ് ക്ലാസ് ബേസ്ഡ് ആൻഡ് ഫങ്ഷൻ ബേസ്ഡ് APIs.